20.3 ആണ്. ഇപ്പം നമുക്ക് ഒരു പോളിനോമിയലിൽ 2 സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം എഫ് ഓഫ് എയും ഒരെണ്ണം എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സും ആണെങ്കിൽ ഇത് രണ്ടും ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് പി ഓഫ് എക്സ് ബി റിഡ്യൂസിബിൾ ഓവർ എഫ്. ഇഫ് എ ഈസ് എ സീറോ ഓഫ് പി ഓഫ് എക്സ് ഇൻ സം എക്സ്റ്റൻഷൻ ഇ ഓഫ് എഫ്, then f of a is isomorphic to f of x by idea generated by p of x. Furthermore, if dig p of x is equal to n, then every member of f of a can be uniquely expressed in the form cn minus 1 a raised to n minus 1 plus cn minus 2 a raised to n minus 2 plus etc. plus c1 a plus c naught, where c naught, c1 etc. cn minus 1 element of f. ഓക്കെ, എഫ് എ ഫീൽഡ് പി എഫ് എക്സ് എന്ന് പറയുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയലുമാണ്. എ എന്ന് പറയുന്നത് പി എഫ് എക്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിലുള്ള ഒരു സീറോയുമാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എയിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിനോട് ഐസോമോർഫിക് ആയിരിക്കും. അതേപോലെ ഡിഗ് പി ഓഫ് എക്സ് എൻ ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എയിലെ എല്ലാ മെമ്പേഴ്സിനെയും എങ്ങനെ എഴുതാൻ പറ്റും? ഈ സി എൻ മൈനസ് 1 എ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് സി 1 എ പ്ലസ് സി നോട്ട് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പ്രൂഫ് നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ ഫൈ ഫ്രം എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എ ഗിവൺ ബൈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എഫ് ഓഫ് എ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എയിലേക്ക് ഇങ്ങനെയാണത് വരുന്നത്. ഈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എഫ് ഓഫ് എ, ദെൻ ഫൈ ഈസ് എ റിംഗ് ഹോമോമോർഫിസം. അങ്ങനെയാണ് ഫൈ എന്ന് പറയുന്നത് ഒരു റിംഗ് ഹോമോമോർഫിസമാണ് എന്ന് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ let f of x g of x belongs to capital F of x, then phi of f of x plus g of x is equal to phi of അതിനെ f plus g of x എന്ന് എഴുതാം. പൈ അത് ഡെഫിനിഷൻ അനുസരിച്ച് അത് f plus g of a ആണ്, ഈക്വൽ ടു f of a plus g of a ആണ്, ഈക്വൽ ടു phi of f of x a plus phi of g of x. ഇനി ഓൾസോ phi of f of x into g of x is equal to phi of f into g of x equal to f into g of a equal to f of a into g of a equal to phi of f of x into phi of g of x. Okay, next we claim that kernel of phi is equal to idea generated by p of x. Next we claim that kernel of phi is equal to idea generated by p of x എന്നാണ് അടുത്തായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ. കൺസിഡർ phi of p of x is equal to p of a equal to 0 since a is a 0 of p of x in some extension e of f. phi of p of x അതായത് കേണൽ ഓഫ് phi of p of x is equal to നമുക്കെന്താ അത് p of a ആണ് ബൈ ഡെഫിനിഷൻ. p of a 0 ആ, കാരണം a p of xൻ്റെ 0 ആണല്ലോ. therefore p of x എവിടെ വരും? കേണലിനകത്ത് വരുന്നുണ്ട്, കാരണം phi അപ്ലൈ ചെയ്തപ്പോൾ 0 കിട്ടി. അതിൻ്റെ നമുക്ക് ഇങ്ങനെ പറയാം, പി എഫ് എക്സ് കേണൽ ഓഫ് ഐ വരുന്നുണ്ട്. കേണൽ ഓഫ് ഐ എന്ന് പറയുന്നത് ഒരു ഒരു ഐഡിയലാണ്. അപ്പം ഈ ഐഡിയ ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് അതിനകത്ത് കിടക്കും, കാരണം പി എഫ് എക്സിൻ്റെ എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഉള്ളതും ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഇതും എവിടെ തന്നെ വരും? കേണൽ ഓഫ് ഐക്കകത്ത് തന്നെ വരും. ബൈ തിയറം 17.5 അനുസരിച്ച് ഐഡിയ ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഈസ് എ മാക്സിമൽ ഐഡിയൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പി എഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഐഡിയ ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് എന്ന് പറയുന്നത് മാക്സിമൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി നോ ദാറ്റ് കേണൽ ഓഫ് ഐ ഈസ് ആൻ ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. ഇനി പി എഫ് എക്സ് ഐഡിയ ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് മാക്സിമൽ ഐഡിയലാണ്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയലാണ് കേണൽ ഓഫ് ഐ എന്ന് കിട്ടും. അപ്പോൾ മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് ഈക്വൽ ആയേ പറ്റുള്ളൂ. അടുത്ത തിയറം 15.3 ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിംഗ്സ്. ലെറ്റ് ഫൈ ബി എ റിംഗ് ഹോമോമോർഫിസം ഫ്രം ആർ ടു എസ്, ദെൻ ദ മാപ്പിംഗ് ഫ്രം ആർ ബൈ കേണൽ ഓഫ് ഐ ടു ഫൈ ഓഫ് ആർ ഗിവൺ ബൈ ആർ പ്ലസ് കേണൽ ഓഫ് ഐ ടു ഫൈ ഓഫ് ആർ ഈസ് ആൻ ഐസോമോർഫിസം ഇൻ സിമ്പിൾസ് ആർ ബൈ കേണൽ ഓഫ് ഐ ഐസോമോർഫിക് ടു ഫൈ ഓഫ് ആർ. ഫൈ എന്ന് പറയുന്ന ഒരു റിംഗ് ഹോമോമോർഫിസമാണ് ആറിൽ നിന്നും എസിലേക്കുള്ള. അങ്ങനെയാണെങ്കിൽ ആർ ബൈ കേണൽ ഓഫ് ഐ നിന്ന് ഫൈ ഓഫ് ആറിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ആർ പ്ലസ് കേണൽ ഓഫ് ഐ ഗോസ് ടു ഫൈ ഓഫ് ആർ. അതൊരു ഐസോമോർഫിസം ആയിരിക്കും. ഇൻ സിമ്പിൾസ് ആർ ബൈ കേണൽ ഓഫ് ഐ ഐസോമോർഫിക് ടു ഫൈ ഓഫ് ആർ. കൊറോളറി
f of x by ID generated by p of x is a field. Let f be a field and p of x be an irreducible polynomial over f. f ഫീൽഡാണ്, പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്തായിരിക്കും? ഫീൽഡായിരിക്കും എന്നാണ് ഈ കൊറോളറി പറയുന്നത്. ഓക്കെ. ബൈ തിയറം വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ കേർണൽ ഓഫ് ഐ ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്. തിയറം വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ കേർണൽ ഓഫ് ഐ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്. By corollary 1 of theorem 17.5, we get f of x by id generated by p of x is a field and let phi of f of x is a subfield of f of a. Noting that phi of x contains both f and a. നോക്കട്ടെ. എഫ് ഫീൽഡ് പി എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഫീൽഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം വി ഗെറ്റ് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പം എഫ് ഓഫ് എക്സ് ബൈ കേർണൽ ഓഫ് ഐ ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും ഇവിടെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് കേർണൽ ഫൈ പി ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഐസോമോർഫിക് ടു ഫൈ ഓഫ് എക്സ്. കൊറോളറി 1 ഓഫ് തിയറം 17.5 അനുസരിച്ച് എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫീൽഡാണ്. അപ്പം അതിൻ്റെ ഇമേജായ ഫൈ എഫ് ഓഫ് എക്സ് എന്താ? അതും ഒരു ഫീൽഡാണ്. അത് എവിടെ കിടക്കുന്നു? എഫ് ഓഫ് എയിൽ കിടക്കുന്നു. കാരണം ഫൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിലുള്ള എല്ലാവരെയും മാറ്റി നമ്മൾ എ കൊടുക്കുക. എഫ് ഓഫ് എക്സിലുള്ള എല്ലാ പോളിനോമിയലിലും എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുക്കുമ്പോഴാണ് ഫൈ എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫിനെ എനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ്. അപ്പം ഫൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സബ് ഫീൽഡ് ആയിരിക്കും. നോട്ടിങ് ദാറ്റ് ഫൈ എഫ് ഓഫ് എക്സ് കണ്ടെയ്ൻസ് ബോത്ത് എഫ് ആൻഡ് എ. ഫൈ എഫ് ഓഫ് എക്സിനകത്ത് എഫും ഉണ്ട് എയും ഉണ്ട്. ആൻഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈസ് ദ സ്മോളസ്റ്റ് സച്ച് ഫീൽഡാണ്. എഫിനെ എനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ് എഫ് ഓഫ് എ. അപ്പോൾ അതിനകത്ത് വേറെ എഫിനെ എനെയും കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ സബ് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടും സെയിം ആവണമെന്നല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഐസോമോർഫിക് ടു ഫൈ എഫ് ഓഫ് എക്സ് അത് ഈക്വൽ ടു എഫ് ഓഫ് എ തന്നെയായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എ ഐസോമോർഫിക് ടു എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് എന്ന് കിട്ടും. ദ ഫൈനൽ അസേർഷൻ ഓഫ് ദ തിയറം ഫോളോസ് ദാറ്റ് ഇനി എല്ലാ എലമെൻറ്റിനെയും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അതെങ്ങനെ കിട്ടുന്നത്? എഫ് ബി എ ഫീൽഡ് ആൻഡ് പി ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആൻഡ് ഡിഗ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ് പി ഓഫ് എക്സ് ആൻഡ് ഡിഗ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ് പി ഓഫ് എക്സ്. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് implies f of x is equal to g of x. And proof f of x plus id generated by p of x is equal to g of x plus id generated by p of x. ഇത് രണ്ടും സിൻസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയതുകൊണ്ട് ഡിഗ്രി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈക്വൽ ടു ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് കിട്ടും. ഡിഗ്രി ഓഫ് അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് ദെൻ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡിഗ് പി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഡിഗ്രീനേക്കാളും കുറവാണ്. കാരണം ബട്ട് ദ മിനിമം ഡിഗ്രി ഈച്ച് മെമ്പർ ഓഫ് പി ഓഫ് എക്സ് ഈസ് f of x minus g of x f of x not equal to g of x degree of x minus g of x less than dig p of x